ഒരു വെള്ളി നാണയം നഷ്ടപ്പെട്ടത് ആലോചിച്ചിട്ടൊന്നല്ല ആ കുട്ടി കരയണത്. മദീനയിൽ ഒരു വഴിയിലൂടെ മുത്തുനബി ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കരയണ ശബ്ദം കേട്ടു. തങ്ങൾ അവിടെ അടുത്ത് പോയി നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താ പറ്റിയത് മോളെ? അപ്പം ആ മോള് പറയാണ്, എൻ്റെ യജമാനന് ഒരു വെള്ളി നാണയം തന്നിട്ട് സാധനം വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ പറഞ്ഞയച്ചതാണ്. പക്ഷേ ആ കോയന് എവിടെയോ നഷ്ടപ്പെട്ടു പോയി, എവിടെയെന്ന് അറിയില്ല. ഇങ്ങനെ വീട്ടിൽ ചെന്നാൽ എന്നെ തല്ലും. ഇത് കേട്ടപ്പോൾ റസൂലുള്ള തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു വെള്ളി നാണയം എടുത്ത് കുട്ടിയെ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ ഓക്കെ അല്ലേ? ഇനി എന്തിനാ മോള് കരയണത്? ഇപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സമയം ഒരുപാട് വൈകിപ്പോയി. സമയം വൈകിയതിൻ്റെ പേരിൽ യജമാനൻ എന്നെ ശിക്ഷിക്കും. അപ്പോൾ റസൂലുള്ള ആ കുട്ടീനെ അവിടെ ഇട്ടിട്ട് പോവല്ല ചെയ്തത്. ആ തങ്ങള് ആ കുഞ്ഞിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാനുണ്ട്, നമുക്ക് ഒരുമിച്ച് കുട്ടീൻ്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ആ കുട്ടീൻ്റെ വീട് വരെ തങ്ങൾ നടക്കുകയാണ്. അവിടെ എത്തിയിട്ട് യജമാനോട് സംസാരിച്ചു, കുഞ്ഞിന് വേണ്ടി മാപ്പ് വാങ്ങി കൊടുത്തു. എന്നിട്ടാണ് തങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. ഇവിടെയാണ് ഈ കഥ ശരിക്കും നമ്മളെ ടച്ച് ചെയ്യണത്. പൈസ നഷ്ടപ്പെട്ടപ്പോൾ തങ്ങൾ ആ കുഞ്ഞിന് പൈസ കൊടുത്തു. പക്ഷെ അതുകൊണ്ട് ഓളെ സങ്കടം മാറിയില്ല. കാരണം ഓളെ യഥാർത്ഥ പ്രശ്നം ആ പൈസ അല്ലായിരുന്നു, അവളുടെ പേടിയായിരുന്നു. വീട്ടിൽ ചെന്നാൽ എന്ത് സംഭവിക്കും എന്ന് പേടി. ആ പേടി മാറുന്നത് വരെ തങ്ങൾ ആ കുട്ടിൻ്റെ കൂടെ നിൽക്കുകയാണ്. ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടത് വലിയ സഹായങ്ങളൊന്നും ആവില്ല. എടാ ഞാൻ ഇല്ലടാ എൻ്റെ കൂടെ, എന്തിനു പേടിക്കണത് എന്ന ഒരൊറ്റ വാക്കായിരിക്കും. ആ കുഞ്ഞിനും തങ്ങൾ അന്ന് കൊടുത്തത് ആ ഒരു വാക്കാണ്. അവളുടെ പേടിക്ക് ആ ഒരു സമയത്ത് കിട്ടിയ ആശ്വാസം. അതുകൊണ്ടായിരിക്കാം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ സ്നേഹത്തിന്റെ കഥകൾ ഇന്നും നമ്മൾ പറയണത്. തങ്ങളെ ജീവിതം പഠിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്ന ഒരു കാര്യമുണ്ട്. തങ്ങൾ പഠിപ്പിച്ചത് വെറും വാക്കുകൾ മാത്രമല്ല, അവിടുത്തെ ജീവിതം, പെരുമാറ്റം എല്ലാം ഒരു പാഠപുസ്തകം തന്നെയാണ്. അപ്പം നമ്മൾ ഫോളോ ചെയ്തോളി, വെറുതെ ആവില്ല.